Hi everyone, welcome to the next episode of Class 9 Physics Chapter Motion. അപ്പോൾ ഇത് നമ്മുടെ തേർഡ് വീഡിയോ ആണ്. ഇതിൽ മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ്, ആവറേജ് സ്പീഡ് ആൻഡ് യൂണിഫോം സ്പീഡ് ഓർ കോൺസ്റ്റന്റ് സ്പീഡ് ആൻഡ് സം മോർ ന്യൂമറിക്കൽ റിലേറ്റഡ് ടു സ്പീഡ്. സോ വാട്ട് ഇസ് സ്പീഡ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും കാറിലോ ബസ്സിലോ ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, ട്രെയിനിലോ ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പതിയെ പോകുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്പീഡ് കുറവാണ് എന്ന് പറയില്ലേ? നല്ല സ്പീഡിൽ പോയാൽ ഒരു 80 കിലോമീറ്റർ പെർ അവർ എബവ്, 80 കിലോമീറ്റർ എബവ് ഒക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് പറയും? ഭയങ്കര സ്പീഡ് എന്ന് പറയില്ലേ? 90 കിലോമീറ്റർ പെർ അവർ ഒക്കെ ആകുമ്പോൾ ഭയങ്കര സ്പീഡാണല്ലോ എന്നല്ലേ പറയാ. അപ്പൊ നമ്മള് സ്ലോ ആയിട്ട് പോകുമ്പോൾ സ്പീഡ് കുറവും, നല്ല സ്പീഡിൽ പോകുമ്പോൾ, നല്ല ഹൈ ആക്സിലറേറ്റഡ് ആയിട്ട് പോകുമ്പോൾ സ്പീഡ് കൂടുതലുമാണെന്ന് പറയും, ആണല്ലോ. ദാറ്റ് ഇസ് സ്പീഡ്, ടിപ്പിക്കലി ദ സ്പീഡ്. സോ വാട്ട് ഇസ് സ്പീഡ്? ദ സ്പീഡ് ഡെഫിനേഷൻ പറയുമ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ യൂണിറ്റ് ടൈം എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഇത്ര ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാ മക്കളെ, നിങ്ങൾ എല്ലാവരും തിങ്ക് ചെയ്യാനുള്ളത് മനസ്സിൽ മിസ് പറയുമ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യണം കേട്ടാ. രാവിലെ ഇപ്പൊ എല്ലാവർക്കും സ്കൂളിൽ പോകേണ്ട CBSE, എനിക്ക് തോന്നുന്നു 8:20 8:30 അങ്ങോട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. അപ്പോ നിങ്ങളുടെ ക്ലാസ് ഇപ്പൊ 8:30 സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 7:30 ഇറങ്ങും എന്ന് വിചാരിച്ചോ. 7:30 നിങ്ങൾ ജസ്റ്റ് ഗെറ്റിംഗ് ഔട്ട് ഫ്രം യുവർ ഹോം അറ്റ് 7:30 AM. ഓക്കെ, 7:30 AM രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പ് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ബസ് വരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റ് വരെ നടന്നു പോകണം. അപ്പൊ നിങ്ങൾ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നിങ്ങൾ ആ ബസ് സ്റ്റോപ്പ് വരെ എത്താൻ നിങ്ങൾക്ക് ചിലർക്ക് 5 മിനിറ്റ്സ് നടന്നാൽ മതിയാവും, ചിലർക്ക് 10 മിനിറ്റ്സ് നടക്കണമായിരിക്കും. അപ്പം അസ്യൂം മിസ് ഒരു ടൈം ടേക്കൺ, സപ്പോസ് the 10 minutes distance, walkable distance for 1 minute, 10 minutes walkable distance for you, the എവിടം വരെ? ആ ബസ് വരുന്ന പോയിന്റ് വരെ റീച്ചബിൾ ഡിസ്റ്റൻസ്, വാക്കബിൾ ഡിസ്റ്റൻസ് 10 മിനിറ്റ്സ് നിങ്ങൾക്ക് നടക്കാനുണ്ട്. അപ്പോ നിങ്ങൾ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ 7:40 ആയി. അതായത് നിങ്ങൾ നടക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഡിസ്റ്റൻസ് കുറഞ്ഞു, കറസ്പോണ്ടിങ്ലി ടൈം കൂടി, അല്ലെ? നമ്മൾ നടന്ന് പോകുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ ടൈം കൂടിക്കൊണ്ടിരുന്നില്ലേ? 7:30 നടന്നു തുടങ്ങി, 10 മിനിറ്റ് നടന്ന് ബസ് സ്റ്റോപ്പ് എത്തിയപ്പോഴും 7:30 അല്ല, 7:40 ആണ്. പക്ഷേ നിങ്ങൾ വാക്ക് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരുന്നു. ലൈക്ക് ദാറ്റ് ബസ് 7:45 വന്നു എന്ന് വെച്ചോ, സ്കൂൾ വരെ 15 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഓർ 20 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. 8:05 ആവുമ്പോ നിങ്ങൾ സ്കൂൾ എത്തും. അപ്പൊ ബസ് സ്റ്റാർട്ട് ചെയ്ത ടൈം അല്ല സ്കൂൾ റീച്ച് ചെയ്ത ടൈം, ടൈം ഇൻക്രീസ് ചെയ്തോണ്ടിരുന്നു, ടൈം കൂടിക്കൊണ്ടിരുന്നു. മനസ്സിലായോ? അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. നിങ്ങൾക്ക് 7:30 നിങ്ങൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഗെറ്റിംഗ് ഔട്ട് യുവർ ഹോം ഫ്രം 7:30 ആൻഡ് വാക്കബിൾ ഡിസ്റ്റൻസ് റീച്ചസ് ദ ബസ് സ്റ്റോപ്പ് ബൈ 7:40 എത്തി. അപ്പൊ നിങ്ങൾ 10 മിനിറ്റ്സ് നിങ്ങളുടെ വാക്കബിൾ ഡിസ്റ്റൻസ് നിങ്ങൾ കവർ ചെയ്തു. കവർ ചെയ്യുന്നതിന്, വാക്ക് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്റ്റൻസ് കുറഞ്ഞു, ടൈം ഇൻക്രീസ് ചെയ്തു. ആൻഡ് അറ്റ് ദ 7:45 AM നിങ്ങളുടെ ബസ് വന്നു, സ്കൂൾ ബസ്സോ ലൈൻ ബസ്സോ എന്താണെങ്കിലും ബസ് വന്നു, വാട്ട് എവർ വെഹിക്കിൾ നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ യൂസ് ചെയ്യുന്ന അത് വന്നു. 7:45 to 20 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് സ്കൂൾ വരെയുള്ള ഡിസ്റ്റൻസ് എങ്കിൽ ആ 20 മിനിറ്റ്സ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഈ മിനിറ്റ്സ് എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് നിങ്ങൾ കുറയുന്നത്, ട്രാവൽ ചെയ്ത് കവർ ചെയ്ത് കുറയുന്നതിനനുസരിച്ച് ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു, ടൈം കൂടിക്കൊണ്ടിരുന്നു. അതാണ് ട്രാഫിക് ബ്ലോക്ക് ഉള്ള സമയത്ത് നമ്മൾ എന്താ പറയാ, നമ്മൾ ഒരിടത്ത് പോകണം, നമുക്ക് ഹാഫ് അവേഴ്സ് കഴിയുമ്പോൾ, ഇപ്പൊ എനിക്ക് മിസ്സിന് ഇപ്പൊ ഹാഫ് അവേഴ്സ് കഴിയുമ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പൊ ഞാൻ ആ ഒരു കാൽക്കുലേഷനിൽ എനിക്കിപ്പോ ഇവിടുന്ന്, ഞാൻ തൃപ്പൂണിത്തുറയാണ് കേട്ടാ, തൃപ്പൂണിത്തുറയിൽ നിന്ന് എനിക്ക് മെട്രോ കയറി റെയിൽവേ സ്റ്റേഷൻ വരെ എത്താനായിട്ട് എനിക്ക് ടോട്ടലി ഒരു 15 മിനിറ്റ്സ് മതി എന്ന് തിങ്ക് ചെയ്ത് ഞാൻ ഇറങ്ങുന്നു. പക്ഷേ മെട്രോ അല്ല, ഞാൻ ബൈ റോഡ് പോവാണ്, അവിടെ ഒരു 30 മിനിറ്റ്സ് എനിക്ക് ട്രാവൽ ചെയ്യാനുണ്ട് എന്ന് പ്രതീക്ഷിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, വണ്ടി മൂവ് ചെയ്യില്ല, അല്ലെ? റോഡിൽ വണ്ടി മൂവ് ചെയ്യില്ല. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ടൈം, ട്രാഫിക് ബ്ലോക്കിൽ വെയിറ്റ് ചെയ്യുന്ന ടൈം കൂടുതലാണ്, അല്ലെ?
അപ്പോൾ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ടെങ്കിലും നമ്മുടെ അവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈം കൂടിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റ് ഇപ്പൊ ഒരു 6:37 ട്രെയിൻ ആണ്, അത് ഞാൻ ആ സമയത്ത് ട്രാഫിക് ബ്ലോക്കിലാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടില്ല, ട്രെയിൻ കിട്ടില്ലല്ലോ. പക്ഷെ അപ്പൊ എന്താണ്, ഡിസ്റ്റൻസ് കവർ ആകുന്നില്ല, ടൈം കൂടിക്കൊണ്ടിരിക്കുന്നു വെൻ ട്രാഫിക് ബ്ലോക്ക് ഒക്കാസ്. അല്ലാത്ത കേസിൽ പറഞ്ഞാൽ നമ്മൾ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനനുസരിച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും, ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സ്ലോ ഡൗൺ ആയിട്ടാണോ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ടാണോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്പീഡ്. ക്ലിയർ അല്ലേ? അതിനെ ബൈ വേർഡ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാം സ്പീഡ് ഓഫ് എ ബോഡി ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ കവർ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ദ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും. ദാറ്റ് ഇസ് v is equal to s by t. v സ്പീഡ്, s ഡിസ്റ്റൻസ്, e സ്മോൾ t ടൈം. കുറച്ച് കഴിയുമ്പോൾ v വെലോസിറ്റി ആവും. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ മാത്രം ഇത് v ഞാൻ സ്പീഡ് ആക്കി പറയും, വെലോസിറ്റി v പറയൂട്ടോ. SI unit of speed is meter per second because internationally accepted unit for distance is meter. ഇപ്പൊ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പറയുമ്പോൾ കിലോമീറ്റർ പറയും, അല്ലാണ്ട് ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്, ടൈം ഇൻ ദ യൂണിറ്റ് സെക്കൻഡ്. ആൻഡ് സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ബിക്കോസ് ഇറ്റ് ഷുഡ് ഹാവ് ഓൺലി ദി മാഗ്നിറ്റ്യൂഡ് നോട്ട് ദി ഡിറക്ഷൻ. അതുകൊണ്ട് സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് ബിക്കോസ് ഇറ്റ് ഷുഡ് ഹാവ് ദി ഡിറക്ഷൻ. ആൻഡ് സ്പീഡ് പറഞ്ഞു. ഇനി എന്താണ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ഡിവൈഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ. ഇപ്പൊ ഞാൻ ഈ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വേണ്ട, ഇപ്പം എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ പോകണം, എനിക്ക് ടോട്ടൽ കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് 208 കിലോമീറ്റർ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 208 കിലോമീറ്റർ. മിസ് ഒരു ട്രിവാൻഡ്രംകാരിയാണ് കേട്ടോ, ഇവിടെ എറണാകുളത്ത് സെറ്റിൽ ആയിരിക്കുന്നത്. അപ്പോൾ 208 കിലോമീറ്റർ ഡിസ്റ്റൻസ് എനിക്ക് കവർ ചെയ്യണം. എടുക്കുന്ന ടൈം 4 hours, 4.5 hours എന്ന് വെച്ചോ. അപ്പൊ ഈ കവർ ചെയ്യാനുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം. ഇപ്പൊ 4 hours 430 hours എന്ന് പറയാൻ പറ്റില്ല. ബ്ലോക്ക് ഉണ്ടെങ്കിൽ 4 hours 430 hours 4.5 hours നമ്മൾ എത്തില്ല. പക്ഷെ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ 4 hours തന്നെ വേണ്ട, അല്ലെ? അതാണ്. അപ്പൊ ടോട്ടൽ കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച്, ഇറ്റ് ഷുഡ് ബി ദ 208 കിലോമീറ്റർ. പക്ഷെ ടൈം വേരീസ് അല്ലെങ്കിൽ ടൈം ചേഞ്ചസ്. അതുകൊണ്ട് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് ടോട്ടൽ ടൈം ടേക്കൺ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ആവറേജ് സ്പീഡ് എത്ര. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ ഒരു 4 hours എത്താനുള്ളത് ഞാൻ 3.5 hours എത്തി എന്ന് വെച്ചോ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ 3.5 hours എത്തിയതെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്റെ ആവറേജ്. ഞാൻ ഇത്ര അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിൽ ഇത്ര സ്പീഡ് കവർ ചെയ്തു എന്ന് നമ്മൾ പറയുന്ന ഒരു ആവറേജ് ഉണ്ടല്ലോ, ആ ആവറേജ് സ്പീഡ്. യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനിക്ക് അത് ഞാൻ വരച്ചു കാണിക്കാം. ഇത് ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത്. ടോട്ടൽ എനിക്ക് 20 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, 5, 10, 15, 20. First 5 kilometer I covered in 22 minutes. അടുത്തതും 22 minutes. Again 22 minutes. And here also 22 minutes. അപ്പൊ ഈക്വൽ 0 to 5 എന്ന് പറയുമ്പോൾ 5 കിലോമീറ്റർ, 5 to 10 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ 5 കിലോമീറ്റർ, 10 to 15 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ 5 കിലോമീറ്റർ, 15 to 20 കിലോമീറ്റർ എന്ന് പറഞ്ഞാലും അഗെയിൻ 5 കിലോമീറ്റർ. All these 5 kilometers are covered in 22 minutes. അല്ലെ? ഓരോന്നും 22 മിനിറ്റിലാണ് കവർ ചെയ്ത് പോയത്. വിച്ച് മീൻസ് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്തു. That representation is the uniform speed or the constant speed. Clear ആണോ? അപ്പൊ ഇനി ഇതിന്റെ ന്യൂമറിക്കൽ ചെയ്യാട്ടാ. നോക്കിക്കോ, മിസ് ഇവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. A train travels at a speed of 60 kilometer per hour 4.52 hour and 30 kilometer
per hour for the next 0.24 hour. ഇതെന്താ കുറെ hours പറയുന്നേന്നല്ലേ? And then at 70 kilometer per hour for next 0.71 hour, then what is the average speed of the train? Actually simple ആണ് question. ആവറേജ് സ്പീഡ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ ചെയ്താൽ മതി. ബിഫോർ ദാറ്റ് we have to find out speed ഏതാ, distance ഏതാ, and which one is the time. Time is clear that 0.224 hour, 0.52 hour and 0.71 hour. ഇത് ഓരോന്നും ഓരോ കേസ് അല്ലേടാ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ അവർ ഫോർ 0.52 അവർ. ഈ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോമീറ്റർ ഓർ മീറ്റർ പെർ സെക്കൻഡ് ഓർ ഹയർ യൂണിറ്റ് കൺവേർട്ട് ചെയ്ത കിലോമീറ്റർ പെർ അവർ. സമയം ടൈമിനെ നമ്മൾ ഹയസ്റ്റ് യൂണിറ്റ് പറയുമ്പോൾ മണിക്കൂർ, അവർ. മീറ്റർ ഡിസ്റ്റൻസിനെ ഹയസ്റ്റിൽ പറയുമ്പോൾ കിലോമീറ്റർ. അപ്പൊ കിലോമീറ്റർ പെർ അവർ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു കിലോമീറ്റർ പെർ അവർ. So this kilometer per hour is the unit of speed. അല്ലെ? ഈ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് സ്പീഡിന്റെ യൂണിറ്റ് ആണ്. തന്നിട്ടുള്ള 60 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കേസിലെ സ്പീഡാണ്. കിലോമീറ്റർ പെർ അവർ ആവുമ്പോൾ അത് സ്പീഡാണ്. അപ്പൊ ഫസ്റ്റ് കേസിലെ സ്പീഡ് കണ്ടുപിടിച്ചു 60 കിലോമീറ്റർ പെർ അവർ. ആൻഡ് 0.52 അവർ യൂണിറ്റ് ഓഫ് ടൈം ഇസ് എന്താ പറഞ്ഞേ? സെക്കൻഡ് അല്ലെങ്കിൽ അവർ. അപ്പൊ ഈ 0.52 അവർ എന്ന് പറയുന്നത് എന്താണ്? ടൈം ആണ്. അപ്പൊ according to the equation speed is equal to distance by time. Here we have the values of speed and time but distance is not given. അപ്പോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിനെ ഇപ്പം മിസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 60 കിലോമീറ്റർ പെർ അവർ is equal to 60 is equal to ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 0.52 എന്ന് കിട്ടും. അതിൽ നിന്ന് ഡിസ്റ്റൻസ് എന്തെടുക്കാം? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 60 into 0.52 അല്ലെ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 60 into 0.52 കിട്ടിയോ? 31.2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആകുമ്പോ ഇവിടെ കിലോമീറ്റർ പെർ അവർ അല്ലേ? ടൈമിന്റെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഡിസ്റ്റൻസിൽ എന്തേ ഉള്ളൂ? കിലോമീറ്റർ അല്ലേ വരുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഡിസ്റ്റൻസ് 31.2 കിലോമീറ്റർ എന്ന് കണ്ടുപിടിച്ചു. ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡില് ഫസ്റ്റിലെ ഡിസ്റ്റൻസ് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇനി ലൈക്ക് ദിസ് ബാക്കി രണ്ട് ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. മനസ്സിലായോ? പിന്നെ ചെയ്തോ. രണ്ടാമത്തെ കേസ് ഏതാ? രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ അവർ അറ്റ് 0.24 hour. Again the speed, kilometer per hour is the speed, 30, and the time 0.24 hour. ഇതുപോലെ എഴുതണം കേട്ടോ. ആദ്യ ഇക്വേഷനെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഇവിടെ എഴുതണം. ഞാനത് ബോർഡിൽ അങ്ങ് വെറുതെ എഴുതി പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്ട് പോകുന്നത്. ജസ്റ്റ് 30 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എത്ര? 0.24. അപ്പൊ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 30 into 0.24, 7.2 കിലോമീറ്റർ. ഇനി തേർഡ് എന്താണ്? 70 കിലോമീറ്റർ പെർ അവർ 4.71. 70 കിലോമീറ്റർ പെർ അവർ 4.71 അവർ. അപ്പൊ അഗെയിൻ സ്പീഡ് 70 കിലോമീറ്റർ പെർ അവർ, ടൈം 0.71. സോ ഇപ്പൊ ഡയറക്റ്റ് എഴുതുവാണ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു
70 into 0.71. 49.7 കിലോമീറ്ററിന് 3 കേസിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഈക്വൽ ടു ഫസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാ? 31.2 കിലോമീറ്റർ. ലാസ്റ്റ് എഴുതാം. പ്ലസ് 7.2 പ്ലസ് 49.7 8.1 കിലോമീറ്റർ. ഓക്കെ, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ടൈമോ അതിങ്ങോട്ട് എഴുതാം. ഈ ഡിസ്റ്റൻസ് റെഡിൽ എഴുതിയത് അതാണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തത്, അതുകൊണ്ടാണ് റെഡിൽ എഴുതിയത്. ടോട്ടൽ ടൈം ടേക്കൺ എത്രയാ? 0.52 പ്ലസ് 0.24 പ്ലസ് 0.47 അവർ. ഇപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തും കിട്ടി, ടോട്ടൽ ടൈം ടേക്കണും കിട്ടി. അപ്പൊ ആവറേജ് സ്പീഡ് എങ്ങനെയാ? ആവറേജ് സ്പീഡ് അല്ലേ ക്വസ്റ്റ്യൻ? ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 88.1. മിസ് ഇവിടെ എഴുതുന്നില്ല കേട്ടോ, ഇക്വേഷൻ എഴുതുന്നില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാ. ഡിവൈഡ് ബൈ 1.47 59.9 കിലോമീറ്റർ പെർ അവർ. ഇവിടെ കിലോമീറ്റർ പെർ അവർ റെപ്രസെന്റേഷൻ ചെയ്യണ്ടേ? ചെയ്യണം, കാരണം അത് സ്പീഡിന്റെ യൂണിറ്റ് അല്ലെ? സ്പീഡിന്റെ യൂണിറ്റ് അല്ലേ നമ്മൾ കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞത്? സ്പീഡിന്റെ യൂണിറ്റ് ആയതുകൊണ്ട് അവിടെ ആവറേജ് സ്പീഡ് ചെയ്ത് കഴിയുമ്പോൾ കിലോമീറ്റർ പെർ അവർ എന്ന് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. The train A traveled a distance of 120 kilometers in 3 hours, whereas another train B traveled a distance of 180 kilometers in 4 hours. Which train traveled faster? അപ്പോൾ ട്രെയിൻ എ എന്ന് ഞാൻ ഇവിടെ ഒരെണ്ണം കോളം പോലെ ചെയ്യാം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ട്രെയിൻ ബി. ഫസ്റ്റ് എന്തൊക്കെയുണ്ട്? ഡിസ്റ്റൻസ് ഉണ്ടല്ലേ. ഫസ്റ്റ് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ. കവർ ടൈം എത്രയെടുത്ത്? 3 hours. 3 hours. Second train traveled a distance of 180 kilometer. 180 kilometer. Time taken is 4 hours. ആണല്ലോ. Then what is ആവറേജ് സ്പീഡ് അല്ലേ ചോദിച്ചിട്ടില്ല. വിച്ച് ട്രെയിൻ ട്രാവൽഡ് ഫാസ്റ്റർ? ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതും സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന റെപ്രസെന്റിങ് സ്പീഡാണ്. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യമേ പറഞ്ഞു, പതിയെ പോയാൽ സ്ലോ ആയിട്ട് പോയാൽ സ്പീഡ് കുറവ്, ഫാസ്റ്റ് ആയിട്ട് പോയാൽ സ്പീഡ് കൂടുതൽ അല്ലേ? അപ്പോ സ്പീഡ് ഇസ് ഈക്വൽ ടു 120. സ്പീഡ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇക്വേഷൻ ഇതാ. അപ്പൊ എന്ത് കിട്ടും? 120 കിലോമീറ്റർ. കിലോമീറ്റർ റെപ്രസെന്റേഷൻ ഇവിടെ വേണ്ട, ലാസ്റ്റ് മതി. 120 by 3 is 40. 40 kilometer per hour ആണ് ട്രെയിൻ എ ട്രാവൽ ചെയ്ത സ്പീഡ്. വിച്ച് ട്രെയിൻ ട്രാവൽഡ് ഫാസ്റ്റർ ആണ്. അപ്പൊ സ്പീഡ് കൂടുതൽ ഉള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ സ്പീഡ് ഫസ്റ്റ് ട്രെയിൻ 40 kilometer per hour. സെയിം ലൈക്ക് ദ സെയിം സ്പീഡ് അഗെയിൻ ട്രെയിൻ ബി. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ക് തീർന്നു. Again ഇവിടെ 180 divided by 4, 45 kilometer per hour. അപ്പൊ ഇത് ഫസ്റ്റ് ട്രെയിനിന്റെ സ്പീഡ്, ഇത് സെക്കൻഡ് ട്രെയിനിന്റെ സ്പീഡ്. ഏത് സ്പീഡാ ഹയർ? ഫാസ്റ്റർ ഏതാണ്? 45 kilometer per hour ആണ്. അപ്പൊ ഏത് ട്രെയിൻ ആണ് ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്ത്? ട്രെയിൻ ബി has traveled faster than ട്രെയിൻ എ എന്ന് വേണം എഴുതാനിട്ടാ. ഇങ്ങനെ എഴുതണം, ട്രെയിൻ ബി traveled faster than train A. ഓക്കെ അല്ലേ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ നിങ്ങൾക്ക് CBSE എക്സാമിന് ചോദിക്കുന്നത്? മക്കളെ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, യൂണിറ്റ് കൺവേർഷൻ ആണ് ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ഗിവൺ ആണ്. A scooterist covers a distance of 3 kilometers in 5 minutes. Calculate his speed in centimeter per second, meter per second and kilometer per hour.
Here, the given value is the distance in kilometer. Highest basic unit kilometer, 3 kilometer. Okay. നിങ്ങളുടെ ഈ വീഡിയോ എടുത്തിട്ട് വേണം മിസ്സിന് ബിടെക്കുകാരുടെ എഞ്ചിനീയറിംഗ് ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒരു വീഡിയോ എടുക്കാൻ. അവർക്ക് എക്സാം നടക്കുവാണേ. അപ്പൊ എനിക്ക് കുറെ റിക്വസ്റ്റ് വരുന്ന വീഡിയോ ഉണ്ട്. കുറെ പേര് എന്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് അർച്ചന. ബേസിക്കലി ഒരു ബിടെക് ട്യൂട്ടറാണ്, അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ട്യൂട്ടറാണ്. ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് ചാനൽ, ഈസ് അർച്ചനാസ് അക്കാഡമി ഫിസിക്സ് ആൻഡ് മാത്സ്. എൻ്റെ മെയിൻ ചാനൽ അർച്ചനാസ് അക്കാഡമി ഫോർ ദ ബിടെക് സ്റ്റുഡൻസിനുള്ള ഒരു ചാനലാണ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതാണ് പറഞ്ഞ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഉള്ള വീഡിയോ എടുക്കാനുണ്ട്. നിങ്ങളുടെ ഈ 9th-കാരുടെ 10th-ന്റെ ഒരു വീഡിയോ എടുക്കാനുണ്ട്. എടുത്തിട്ട് വേണം അവരുടെ ചെയ്യാൻ. സോ ഡിസ്റ്റൻസ് 3 kilometer ആൻഡ് ദ ടൈം ഗിവൺ us 5 minutes. അല്ലേ? 5 minutes. എങ്കിൽ കാൽക്കുലേറ്റ് സ്പീഡ് ഇൻ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് കൺവേർഷനേ ഉള്ളൂ. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സിംപ്ലി ഇതൊക്കെ എന്ത് അല്ലേ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അങ്ങനെ വിചാരിച്ച് പഠിച്ചാൽ മതി. ഇതൊക്കെ എന്താ, ഇതൊന്നും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചാൽ മതി. മിസ്സിന്റെ അക്കാഡമി വരുന്ന പിള്ളേരോടെല്ലാം മിസ് പറയുന്ന ഒരു ഡയലോഗാണ്, ഇതൊക്കെ എന്താ, ഇവിടെ എന്താണല്ലേ, ഒന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പം അവരെന്നോട് പറയും, മിസ്സിന് എന്ത് കണ്ടാലും ഒന്നും ഇല്ലല്ലോ എന്നല്ലേ മിസ് പറയുന്ന. മിസ് ഈ വലിയ ആൾക്കാരെ ചേട്ടന്മാരെയൊക്കെ പഠിപ്പിച്ച് മിസ്സിന് ഇതൊന്നും കണ്ട ഒന്നുമില്ല, ഞങ്ങൾക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോ ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട് 3 kilometer, time ഉണ്ട് 5 minutes. The first question, you have to convert it in centimeter per second. കിലോമീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം, മിനിറ്റിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ടൈം ഹിയർ, ദ ഗിവൺ ടൈം is 5 minutes. 5 minutes. നിങ്ങൾ ഇത് കൺവേർട്ട് ചെയ്യാനുള്ള ഏതിലോട്ടാ? സെക്കൻഡിലോട്ട്. മിനിറ്റ് ടു സെക്കൻഡ് എങ്ങനെ കൺവേർട്ട് ചെയ്യും? മിനിറ്റ് ടു സെക്കൻഡിലോട്ട് എങ്ങനെ മാറ്റും എന്നറിയോ? 1 minute is equal to 60 seconds. 1 minute 60 സെക്കൻഡ്. ഓക്കെ, മിനിറ്റ് ആവുമ്പോ 1 minute 60 സെക്കൻഡ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി നോക്കിയാൽ മതി. 1 minute, നിങ്ങൾ എല്ലാ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് തെറ്റില്ല. 1 minute is equal to 60 seconds. Then 5 minutes is equal to 5 into 60. അപ്പൊ എത്ര കിട്ടും? 300 seconds. അത് കിട്ടി. ഇനി സെന്റിമീറ്റർ. ഡിസ്റ്റൻസ് ഏതിലാ കിടക്കുന്നത്? കിലോമീറ്ററില്. ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ആണല്ലോ. 1 kilometer എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 meter ആണല്ലോ. 1 meter എന്ന് പറഞ്ഞാൽ എത്രയാ? 100 centimeter. ഇപ്പൊ മനസ്സിലായോ? ഇതിനെ ഈ യൂണിറ്റിലോട്ട് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ആദ്യം 1 kilometerനെ 1000 meter ആക്കും. 1000 meter ആണ്. മീറ്ററിൽ നിന്ന് 1 meter സെന്റിമീറ്ററിലോട്ട് ആവണമെങ്കിൽ അഗെയിൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് 3 kilometer ഈക്വൽ ടു 3 into 1000 മീറ്ററിലോട്ട് മാറ്റണം. ഇനി ഈ മീറ്ററിനെ സെന്റിമീറ്ററിലാക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? അതായത് 1 2 3 4 5 സീറോസ് വരുമ്പോഴാണ് സെന്റിമീറ്റർ ആവുന്നത്. അതായത് 3 lakh centimeter. കിലോമീറ്റർ സെന്റിമീറ്ററിലോട്ടാക്കി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പീഡ് ഇൻ സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഫസ്റ്റ് സ്പീഡ് എത്ര കിട്ടും? 1000 centimeter per second എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടും. ഇപ്പൊ രണ്ടാമത്തെ ഓൾറെഡി മിസ് ഇവിടെ ചെയ്തു, മീറ്റർ പെർ സെക്കൻഡ്. മീറ്ററിലോട്ടാക്കാൻ ഞാൻ എന്താ പറഞ്ഞ? 1 kilometer 1000 meter ആണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 1 kilometer is equal to 1000 meter. അപ്പോ 3 kilometer is equal to 3 into 1000, which is 3000 meter. Distance already time ചെയ്തിട്ടുണ്ടല്ലോ. Speed is equal to 3000 divided by 300. 10 meter per second. അല്ലേ?
10 meter per second. The kilometer per hour. Kilometer per hour already 3 kilometer. Speed is equal to already 3 kilometer. Hour മണി ഉണ്ടായിരുന്നോ? ടൈം മിനിറ്റിലായിരുന്നു. 1 hour 60 minutes. ഇവിടെ ഇപ്പൊ എത്ര മിനിറ്റ് ഉള്ള? 5 minutes ആണ്. സോ 5 divided by 60. 0.083 hour എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി എനിക്ക് ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ ഈ കൺവേർഷൻ ചെയ്യുമ്പോൾ മക്കളെ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ച് ഹയസ്റ്റിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ ബോർഡ് ഇപ്പം വൈപ്പ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് 3 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ന്യൂമറിക്കൽ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ കൺവേർഷന്റെ കാര്യം ഇവിടെ ഒന്ന് എഴുതിയിടാം. ഇവിടെ മാത്രം എഴുതാം. ഡിസ്റ്റൻസിന്റെ വരുമ്പം ഫസ്റ്റ് മില്ലിമീറ്റർ, അവിടെ നിന്ന് സെന്റിമീറ്റർ, അവിടെ നിന്ന് മീറ്റർ, ദെൻ കിലോമീറ്റർ. ഓക്കെ ആണ്. ഇത് 10, ഇവിടെ 100, സെന്റിമീറ്റർ ആകുമ്പോൾ 100, മില്ലിമീറ്റർ മീറ്റർ ആകുമ്പോൾ 1000. അപ്പൊ 1 കിലോമീറ്റർ ആയി. 1 കിലോമീറ്റർ മീറ്റർ ആക്കാൻ 1000, സെന്റിമീറ്റർ ആക്കാൻ 1000 into 100, മില്ലിമീറ്റർ ആക്കാൻ 1000 into 100 into 10. വെറുതെ ഇങ്ങനെ ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല, മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ആദ്യം മില്ലിമീറ്റർ, ഏറ്റവും ലോവസ്റ്റ് മില്ലിമീറ്റർ, അവിടെ നിന്ന് സെന്റിമീറ്റർ, അവിടെ നിന്ന് മീറ്റർ, അവിടെ നിന്ന് കിലോമീറ്റർ. ഇപ്പൊ മിസ് ഇപ്പൊ പറഞ്ഞ 1 കിലോമീറ്റർ, അതിനെ മീറ്റർ ആക്കാൻ പറഞ്ഞ 1 into 1000. ഈ 1നെ സെന്റിമീറ്റർ ആക്കാൻ പറഞ്ഞ 1 into 1000 into 100. ഈ 1 കിലോമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ പറഞ്ഞ 1 into 1000 into 100 into 10. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ ടൈം വരുന്നത് എങ്ങനെയാണ്? സെക്കൻഡ്, മിനിറ്റ്, അവർ. 60 seconds 1 മിനിറ്റ്, 60 മിനിറ്റ് 1 മണിക്കൂർ, 1 hour. ഇനി നമുക്കിപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ മിനിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഹയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഹയറിലുള്ളതിനെ ലോവറിലോട്ട് കൊണ്ടുവരാൻ മൾട്ടിപ്ലൈ ചെയ്യണം. ഹയറിലുള്ളതിനെ ലോവറിലോട്ട്, അതായത് 1 hour അല്ലെങ്കിൽ 2 hours എന്ന് പറഞ്ഞാല് അതിനെ മിനിറ്റിലോട്ടോ സെക്കൻഡിലോട്ടോ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. പക്ഷേ മിനിറ്റിലുള്ളതിനെ അവറിലോട്ടാക്കാനാണെങ്കിലും സെക്കൻഡിലുള്ളതിനെ അവറിലോട്ടാക്കാനാണെങ്കിലും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അത് അടുത്തടുത്ത ന്യൂമറിക്കൽ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആവും. സോ നിങ്ങൾക്ക് മനസ്സിലാവും. സോ this is Archana's Academy Physics and Maths YouTube channel, and I am Archana. If you like my videos in this channel, please subscribe my channel, and out or any inquiry, please do message in that number. So thank you.